രാവിലെ തന്നെ ഞങ്ങൾ മോളിൽ വന്ന് വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്തു. അതെ, ചൈനയുടെ മിക്ക മോളിൽ കാർ വാഷ് ചെയ്യാൻ ഫെസിലിറ്റീസ് ഉണ്ടാവും. ഇതിപ്പോൾ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലാണ് സംഭവം. ഇങ്ങനത്തെ ഫെസിലിറ്റി വേറെ രാജ്യങ്ങളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. 1 മണിക്കൂറിൽ വണ്ടി അകത്തും പുറത്തും ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇത് നല്ലൊരു ആശയമാണ്. ഒരു മോളിൽ കയറിയ ഏകദേശം നമ്മുടെ 2-3 മണിക്കൂർ അവിടെ ചിലവാകും. ആ സമയം കൊണ്ട് വണ്ടി ക്ലീനായി കിട്ടും. കാർ വാഷിന് കൊടുത്തു കഴിഞ്ഞാൽ 5 മണിക്കൂർ വരെയും പാർക്കിംഗ് ഫ്രീ ആണ്. എന്തായാലും ഞങ്ങൾ മോളിലൊക്കെ ഇറങ്ങി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറേ വിൻഡോ ഷോപ്പിങ്ങൊക്കെ നടത്തി കഴിക്കാൻ പോയി. ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ചിന്നു ആദ്യം തന്നെ പോയി സീറ്റൊക്കെ പിടിച്ച് ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഗോങ്ഡോങ്ങിലെ ഒരു പ്രത്യേകതയാണ് ഇത്, കോഴിയുടെ പടമുള്ള പാത്രങ്ങൾ. എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത ആദ്യത്തെ സാധനം എത്തി. ഇതാണ് കപ്പ മധുരവെള്ളത്തിൽ. കപ്പ പുഴുങ്ങിയിട്ട് മുറിച്ച് മധുരവെള്ളത്തിൽ ഇട്ടേക്കണം. മധുരം ഒട്ടും കപ്പയിലോട്ട് പിടിച്ചിട്ടില്ല. കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു. അടുത്ത ഡിഷ് വന്നത് പോർക്ക് റിബ്സ് ആണ്. ഇതുണ്ടാക്കിയേക്കുന്നത് ഡ്രൈ സ്റ്റീംഡ് പ്രോസസ്സ് വെച്ചാണ്. ചൈനയിലെ ഗോങ്ഡോങ് പ്രൊവിൻസിലെ ഫേമസ് ആയിട്ടുള്ളൊരു വേ ഓഫ് കുക്കിംഗ് ആണിത്. അടുത്ത ഡിഷ് വന്നത് ഉണക്കിയ ബീൻസും പോർക്കും കൂടി ചേർത്ത് ഡ്രൈ സ്റ്റീം ചെയ്തത്. ഇത് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പോർക്ക് കൂടാതെ ഒരു ബീഫിന്റെ ഡിഷും ഉണ്ടായി. കഴിച്ച എല്ലാ സാധനത്തിനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാം തിന്നു തീർത്തു. അങ്ങനെ ഡെസേർട്ടായിട്ട് അവർ അവസാനം തന്നത് കുറച്ച് ജെല്ലീസാണ്. ഇത് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് തന്നത്. മധുരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് കടിച്ചു നോക്കി. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഉണ്ടായില്ല. അത് മൊത്തം എടുത്ത് വായിലിട്ടപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മൊത്തം ചാടി വന്നത്. ഭയങ്കര കയ്പായിരുന്നു. നമ്മുടെ നാട്ടിലെ കഷായം കുടിക്കണ പോലെ. ഈ സാധനം ചൈനീസിൽ പറയുന്നതാണ് ഗുയിലിംഗാവ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ ഇല്ലെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിൽ ഇത് ഉപയോഗിക്കുന്നത് ബോഡി കൂൾ ചെയ്യാനും ഡീടോക്സിഫൈ ചെയ്യാനുമാണ്. ഇതുകൂടാതെ വേറൊരു ഉപയോഗം ഞാൻ ഇപ്പം കണ്ടെത്തി. ഇത് കഴിച്ചാൽ കഥകളി പഠിക്കണമെന്നില്ല. നവരസങ്ങളൊക്കെ മുഖത്ത് തന്നെ ഇങ്ങനെ വിരിഞ്ഞു വരും. കുറേ കഷ്ടപ്പെട്ടിട്ടായാലും സാധനം എല്ലാം തിന്നു തീർത്തു. അങ്ങനെ ഒരു 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടി എടുക്കാൻ എത്തി. നോക്കിയപ്പോൾ കാർ വാഷ് കാറ് കൊണ്ട് നിറഞ്ഞേക്കായിരുന്നു. ആദ്യം തന്നെ ചിന്നു കാർ വാഷ് ഫീ പേ ചെയ്തു. അത് കഴിഞ്ഞ് കാറൊക്കെ പോയി ചെക്ക് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാശ് കുറച്ച് കത്തിയായിരുന്നെങ്കിലും നല്ല അടിപൊളി സർവീസായിരുന്നു. അവധിക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോയ ശേഷം വണ്ടിയിൽ മൊത്തം മണ്ണായിരുന്നു. ഒരു തരി മണ്ണ് പോലും വിടാണ്ട് അവർ എല്ലാ ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.